പച്ചവിരിച്ച നെൽവയലുകൾക്ക് അതിർത്തിയിട്ട് തലയുയർത്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾക്കിടയിൽ ഗ്രാമത്തിന്റെ ഹൃദയതാളം പോലെ ആ ഗവൺമെന്റ് ഹൈസ്കൂൾ തലയുയർത്തി നിന്നു. പ്രഭാതത്തിലെ ഇളം വെയിലിൽ തിളങ്ങുന്ന സ്കൂൾ മുറ്റവും യൂണിഫോം ധരിച്ച കുട്ടികളുടെ കലപില ശബ്ദങ്ങളും ആ ഗ്രാമത്തിന് എന്നും ഉണർവേകിയിരുന്നു. ദൂരെ നിന്ന് കേൾക്കുന്ന മണിമുഴക്കം ആ ദേശത്തിന്റെ സമയസൂചികയായിരുന്നു. പുറമേ നോക്കുമ്പോൾ എല്ലാം ശാന്തവും മനോഹരവുമാണ്. പാഠപുസ്തകങ്ങളിലെ അറിവിനപ്പുറം കളിയും ചിരിയും നിറഞ്ഞ നിഷ്കളങ്കമായ ബാല്യങ്ങൾ. എന്നാൽ ആ വർണ്ണപ്പൊലിമകൾക്കിടയിലും ആരും കാണാതെ പോകുന്ന ചില ഇരുണ്ട കോണുകളുണ്ടായിരുന്നു. ചിരികൾക്ക് പിന്നിൽ ഒളിപ്പിച്ച വെപ്പുകൾ, ഉച്ചഭക്ഷണത്തിന്റെ മണം വരുമ്പോൾ ഒഴിഞ്ഞുമാറുന്ന കണ്ണുകൾ, ക്ലാസ് മുറികളുടെ ബഹളത്തിൽ മുങ്ങിപ്പോകുന്ന വിശപ്പിന്റെ വിലാപങ്ങൾ. കാണാഗയങ്ങൾ പോലെ ആഴമേറിയ സങ്കടങ്ങൾ പേറുന്ന ചില ജീവിതങ്ങൾ ആ സ്കൂളിന്റെ ചുവരുകൾക്കുള്ളിൽ ശ്വാസമടക്കി കഴിയുന്നുണ്ടായിരുന്നു. അത്തരമൊരു നോവിന്റെയും അതിനെ മായ്ച്ചുളഞ്ഞ സ്നേഹത്തിന്റെയും കഥയാണിത്. ഇടവപ്പാതിയുടെ കലിപ്പ് തീർന്നിട്ടില്ലാത്ത ഒരു പ്രഭാതം. ഇടമുറിയാതെ പെയ്യുന്ന മഴത്തുള്ളികൾ സ്കൂളിലേക്കുള്ള ചെമ്മൺപാതയെ ചെളിക്കുളമാക്കിയിരുന്നു. കുടയുടെ കമ്പികൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന തണുത്ത കാറ്റിനുപോലും ശാലിനി ടീച്ചറുടെ മനസ്സിനെ തണുപ്പിക്കാൻ കഴിഞ്ഞില്ല. വഴിയിലെ തഴച്ചു വളർന്ന തൊട്ടാവാടികളിൽ സാരിത്തലപ്പ് തട്ടുമ്പോഴും ചെരുപ്പിൽ ചെളിതെറിക്കുമ്പോഴും അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. 27 വയസ്സ് എന്നത് സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കേണ്ട പ്രായമാണ്. പക്ഷേ ശാലിനിയുടെ വലിയ കണ്ണുകളിൽ നിർവികാരതയുടെ കരിനിഴൽ മാത്രം വീണുകിടന്നു. സ്കൂൾ ഗേറ്റ് കടക്കുമ്പോൾ കുട്ടികൾ ഓടിവന്ന് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അവൾ യാന്ത്രികമായൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിക്ക് ജീവനില്ലെന്ന് അവൾക്കു തന്നെ അറിയാം. സ്റ്റാഫ് റൂമിലെ കസേരയിൽ ബാഗ് വെച്ച് നനഞ്ഞ കുടമടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ പഴയൊരു കൊടുങ്കാറ്റ് വീശിയടിച്ചു. വിവാഹമോചനത്തിന്റെ കോടതി നടപടികൾ അവസാനിച്ചിട്ട് മാസങ്ങളായി. പക്ഷേ അന്ന് കോടതി വരാന്തയിൽ വെച്ച് കേട്ട വാക്കുകൾ ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. സ്വന്തം അമ്മയെപ്പോലെ നോക്കുമെന്ന് കരുതിയാണ് ഇവളെ കൊണ്ടുവന്നത്. പക്ഷേ രോഗിയായ ഒരമ്മയെ ശുശ്രൂഷിക്കാൻ പോലും ഇവൾക്കറിയില്ല. ഭർത്താവിന്റെ വീട്ടുകാരുടെ ആ വാക്കുകൾ ഒരു പഴുത്ത വ്രണം പോലെ അവളുടെ മനസ്സിൽ നീറുന്നുണ്ടായിരുന്നു. കിടപ്പിലായ ഭർത്താവിന്റെ അമ്മയെ നോക്കുന്നതിൽ താൻ എപ്പോഴെങ്കിലും മടി കാണിച്ചിരുന്നോ? അറിയില്ല. താൻ ചെയ്തതൊന്നും അവർക്ക് മതിയായിരുന്നില്ല എന്ന സത്യം മാത്രം ബാക്കിയായി. ക്ലാസ് മുറിയിൽ മലയാളം പാഠപുസ്തകം തുറന്നുപിടിച്ച് കവിത ചൊല്ലിക്കൊടുക്കുമ്പോഴും അവളുടെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. മുന്നിലിരിക്കുന്ന കുട്ടികളുടെ മുഖം കാണുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങൽ. സ്വന്തമായൊരു കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ കേൾക്കേണ്ടി വന്ന പരിഹാസങ്ങൾ, ഇതൊരു മച്ചിപ്പശുവാണ് എന്ന അയൽപക്കത്തെ സ്ത്രീകൾ രഹസ്യം പറഞ്ഞത് എല്ലാം കൂടി അവളെ ശ്വാസം മുട്ടിച്ചു. ഉച്ചവേളയിൽ സ്റ്റാഫ് റൂമിന്റെ ജനലിലൂടെ പുറത്തെ മഴയിലേക്ക് നോക്കി നിൽക്കെ അവൾക്ക് തോന്നി ആ മഴ പെയ്യുന്നത് തന്റെ ഉള്ളിലാണെന്ന്. ദാമ്പത്യം തകർന്നവൾ, ഉപേക്ഷിക്കപ്പെട്ടവൾ, വന്ധ്യ, സമൂഹം ചാർത്തിത്തന്ന പട്ടങ്ങൾ ഓരോന്നായി മനസ്സിൽ തെളിഞ്ഞു. ഞാനൊരു പരാജയമാണോ? ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു ജന്മം. ആ ചോദ്യം ഒരു വേട്ടമൃഗത്തെപ്പോലെ അവളെ വലിഞ്ഞുമുറുക്കി. ചുറ്റുമുള്ള അധ്യാപകരുടെ ചിരിയും വർത്തമാനങ്ങളും അവളിലേക്ക് എത്തുന്നില്ല. ഏകാന്തതയുടെ തടവരയിൽ, സ്വന്തം കുറ്റബോധത്തിന്റെ ഇരുട്ടിൽ അവൾ തനിച്ചു വിറയ്ക്കുകയായിരുന്നു. ഉച്ചവെയിലിന്റെ കാഠിന്യം ക്ലാസുമുറിക്കുള്ളിലേക്കും അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. 10ാം ക്ലാസ് ബി ഡിവിഷനിലെ അവസാനത്തെ ബെഞ്ചിൽ ജനലിനോട് ചേർന്ന് പുറത്തേക്കു നോക്കി അവനിരുന്നു. അജയ്. ക്ലാസ്സിൽ കണക്കുമാഷ് സമവാക്യങ്ങൾ ബോർഡിൽ എഴുതുന്നുണ്ടെങ്കിലും അജയുടെ കണ്ണുകൾ അവിടെയായിരുന്നില്ല. തലേന്ന് രാത്രിയും പട്ടിണിയായിരുന്നു. കാവിലെ കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് സ്കൂളിലെത്തിയതാണ്. വിശപ്പ് ഒരെലിയായെപ്പോലെ അവന്റെ വയറ്റിൽ മാന്തിക്കൊണ്ടിരുന്നു. അവന്റെ യൂണിഫോം പലയിടത്തും നൂലുവിട്ടു തുടങ്ങി. ഒരു കാലത്ത് വെളുത്തിരുന്ന ഷർട്ട് ഇപ്പോൾ മഞ്ഞനിറം ബാധിച്ച് പലതവണ തുന്നിച്ചേർത്ത മുറിപ്പാടുകൾ പോലെ കാണപ്പെട്ടു. ബാക്കിയുള്ള കുട്ടികൾ പുതിയ ബാഗും കുപ്പിവെള്ളവുമായി ഇരിക്കുമ്പോൾ അജയ് തന്റെ പഴയ തുണിസഞ്ചി ഡെസ്കിനുള്ളിൽ ഒളിപ്പിച്ചുവെച്ചു. പെട്ടെന്നാണ് ഉച്ചയൂണിനുള്ള മണി മുഴങ്ങിയത്. ആ ശബ്ദം കേൾക്കാൻ ബാക്കിയുള്ളവർക്ക് സന്തോഷമായിരുന്നുവെങ്കിൽ അജയ്ക്ക് അതൊരു പേടിസ്വപ്നമായിരുന്നു. നിമിഷനേരം കൊണ്ട് ക്ലാസ് മുറി ഒരു ഉത്സവ പറമ്പുപോലെയായി. ചോട്ടുപാത്രങ്ങളുടെ മൂടികൾ തുറക്കുന്ന ശബ്ദം, സ്റ്റീൽ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന കിലുക്കം, പിന്നെ ഒഴുകിവരുന്ന പലതരം ഗന്ധങ്ങൾ. നാരങ്ങയച്ചാറിന്റെയും വറുത്ത മീനിന്റെയും സാമ്പാറിന്റെയും കൊതിയൂറുന്ന മണം ക്ലാസ് മുറിയിൽ നിറഞ്ഞു. അജയ് പതുക്കെ എഴുന്നേറ്റു. എടാ അജയ്, നീ വരുന്നില്ലേ? ഇന്ന് എന്റെ അമ്മ മീൻ വറുത്തത് തന്നുവിട്ടിട്ടുണ്ട്. തൊട്ടടുത്തിരുന്ന രാഹുൽ ചോദിച്ചു. അജയ് ഒന്നു പരിങ്ങി. അവന്റെ തൊണ്ട വരണ്ടുപോയിരുന്നു. ഇല്ലടാ, എനിക്ക് വല്ലാത്ത തലവേദനയാണ്. വിശപ്പില്ല. ഞാൻ കുറച്ചുനേരം പുറത്തിരിക്കട്ടെ. അതൊരു സ്ഥിരം കള്ളമായിരുന്നു.
ആരും തന്റെ മുഖത്തെ വിശപ്പ് കാണാതിരിക്കാൻ അവൻ ശീലിച്ച കള്ളം. കൂട്ടുകാർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ തലകുനിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി. ഇടനാഴിയിലെ ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ആരും ശ്രദ്ധിക്കാത്ത സ്കൂളിന്റെ പഴയ കെട്ടിടത്തിന്റെ വരാന്തയിലേക്ക് അവൻ നടന്നു. അവിടെ വലിയൊരു മാവിന്റെ ചുവട്ടിലുള്ള പൈപ്പിന് മുന്നിൽ അവൻ നിന്നു. ചുറ്റും നോക്കി ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി കൈക്കുമ്പിളിൽ വെള്ളം കോരി കുടിച്ചു. തണുത്ത വെള്ളം ഒഴിഞ്ഞ വയറ്റിലേക്ക് വീഴുമ്പോഴുണ്ടായ നീറ്റൽ അവനെ ഒന്നുലച്ചു. വീണ്ടും വീണ്ടും വെള്ളം കുടിച്ച് അവൻ വയറു നിറച്ചു. പിന്നെ ആ മാവിന്റെ ചുവട്ടിൽ ഉണങ്ങിയ ഇലകൾക്കിടയിൽ അവൻ ചുരുണ്ടുകൂടിയിരുന്നു. ദൂരെ മൈതാനത്ത് കുട്ടികൾ ഓടിക്കളിക്കുന്നത് അവൻ നിർവികാരമായി നോക്കി നിന്നു. അവരുടെ ചിരികൾക്ക് താനൊരു അപരിചിതനാണെന്ന് അവനു തോന്നി. വിശപ്പിനേക്കാൾ അവനെ വേദനിപ്പിച്ചത് തന്റെ ദാരിദ്ര്യം മറ്റുള്ളവർ അറിയുമോ എന്ന ഭയമായിരുന്നു. നിഴലുകൾക്കിടയിൽ ആരും കാണാത്ത കണ്ണീരുമായി ആ ബാല്യം ഉരുകിത്തീരുകയായിരുന്നു. അന്നും പതിവുപോലെ ഉച്ചയൂണിന്റെ ഇടവേള. വെയിൽ കനത്തു തുടങ്ങിയിരുന്നു. കുട്ടികളുടെ ബഹളത്തിൽ നിന്നു മാറി ശാന്തമായൊരിടം തേടി ശാലിനി ടീച്ചർ പഴയ കെട്ടിടത്തിന്റെ വരാന്തയിലൂടെ നടക്കുകയായിരുന്നു. ക്ലാസ് മുറികളിൽ നിന്നുയരുന്ന ചിരിയും വർത്തമാനങ്ങളും ആ ഇടനാഴിയിൽ പ്രതിധ്വനിച്ചു. എന്നാൽ കോണിപ്പടികൾക്ക് താഴെ വെളിച്ചം വീഴാത്ത ആ ഇരുണ്ട കോണിൽ എന്തോ അനക്കം കണ്ടുപോട്ട് ടീച്ചർ പെട്ടെന്ന് നിന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരാൾ രൂപം അവിടെ ചുരുണ്ടുകൂടിയിരിക്കുന്നത് കണ്ടപ്പോൾ ശാലിനിയുടെ നെഞ്ചിലൊന്ന് വിങ്ങി. അജയ്! ശാലിനിയുടെ ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങി. ആ വിളികേട്ട് അവൻ ഞെട്ടി തലയുയർത്തി. അവന്റെ മുഖം വല്ലാതെ വിളറിയിരിക്കുന്നു. കണ്ണുകൾ കലങ്ങി ചുവന്നിരിക്കുന്നു. പെട്ടെന്ന് കണ്ണു തുടച്ച് അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ തളർച്ച കൊണ്ട് കാലുകൾ വിറയ്ക്കുന്നു. നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക്? ക്ലാസ്സിൽ പോയിരുന്നില്ലേ? ശാലിനി അടുത്തു ചെന്ന് ചോദിച്ചു. ഒന്നുമില്ല ടീച്ചറെ, വെറുതെ. ഇത്തിരി കാറ്റുകൊള്ളാൻ അവൻ വിക്കി വിക്കി പറഞ്ഞു. നോട്ടം ടീച്ചറുടെ മുഖത്ത് തറയ്ക്കാതെ അവൻ പാദങ്ങളിലേക്ക് നോക്കി നിന്നു. ഉച്ചഭക്ഷണം കഴിച്ചോ? ശാലിനി വിട്ടില്ല. ആ ചോദ്യത്തിനു മുന്നിൽ അവൻ പരുങ്ങി. ഉവ്വ്, കഴിച്ചു. ശാലിനിക്കത് വിശ്വാസമായില്ല. അവന്റെ ഉണങ്ങിയ ചുണ്ടുകളും കുഴിഞ്ഞ കണ്ണുകളും വേറൊരു കഥയാണ് പറയുന്നത്. കള്ളം പറയരുത് അജയ്. നീ ചോട്ടുപാത്രം കൊണ്ടുവന്നത് ഞാൻ കണ്ടില്ലല്ലോ. ടീച്ചറുടെ ശബ്ദത്തിൽ കാർക്കശ്യത്തേക്കാൾ കൂടുതൽ വാത്സല്യമായിരുന്നു. അവൻ മറുപടി പറയാൻ കഴിയാതെ തല താഴ്ത്തി നിന്നു. അവന്റെ വിരലുകൾ ഷർട്ടിന്റെ അറ്റത്ത് മുറുക്കി പിടിച്ചിരുന്നു. എന്താ മോനെ, എന്താ നിന്റെ പ്രശ്നം? ശാലിനി അവന്റെ തോളിൽ കൈവച്ചു. ആ സ്പർശനം അവന്റെ ഉള്ളിലെ അണക്കെട്ട് തകർത്തു. അതുവരെ പിടിച്ചു നിർത്തിയ സങ്കടം ഒരു തേങ്ങലായി പുറത്തുവന്നു. ടീച്ചറെ, അവൻ വിതുമ്പി. എനിക്ക് വിശക്കുന്നു ടീച്ചറെ. ആ വാക്കുകൾ ശാലിനിയെ പിടിച്ചുലച്ചു. പിന്നെന്താ ഭക്ഷണം കൊണ്ടുവരാത്തത്? കണ്ണുനീരിനിടയിലൂടെ അവൻ പറഞ്ഞ മറുപടി ശാലിനിയുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. വീട്ടിൽ അരിയുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് മരുന്നു വാങ്ങിയപ്പോൾ കാശ് തീർന്നുപോയതാണ്. ആ നിമിഷം ശാലിനി മരവിച്ചുപോയി. ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ. വിശപ്പ് സഹിക്കാനാവാതെ വെള്ളം കുടിച്ച് വയറു നിറച്ച് ആരും കാണാതെ കരഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം അവളുടെ കണ്ണിന് ഈറനണിയിച്ചു. തന്റെ സ്വന്തം സങ്കടങ്ങൾ എത്ര നിസ്സാരമാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. ശാലിനി അജയ്യെ സ്റ്റാഫ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ല. അവിടെയുള്ളവരുടെ ചോദ്യങ്ങളും സഹതാപവും ആ കുഞ്ഞിനെ കൂടുതൽ വേദനിപ്പിക്കുമെന്ന് അവൾക്കറിയാം. പകരം അവൾ അജയ്യെയും കൂട്ടി വിജനമായ തന്റെ ക്ലാസ് മുറിയിലേക്ക് നടന്നു. കുട്ടികളെല്ലാം പുറത്ത് കളിക്കുന്ന സമയമായതിനാൽ ക്ലാസ് മുറി നിശബ്ദമായിരുന്നു. ഇവിടെ ഇരിക്ക്, അവൾ മുൻനിരയിലെ ബെഞ്ചിലേക്ക് ചൂണ്ടിപ്പറഞ്ഞു. അജയ് മടിയോടെ ഭയത്തോടെയിരുന്നു. ശാലിനി തന്റെ ബാഗിൽ നിന്ന് ചോട്ടുപാത്രമെടുത്തു. സ്റ്റീൽ പാത്രം തുറന്നപ്പോൾ ആവി പറക്കുന്ന ചോറിന്റെയും സാമ്പാറിന്റെയും മണം ക്ലാസ് മുറിയിൽ പരന്നു. അജയുടെ മൂക്കിൽ ആ ഗന്ധമടിച്ചപ്പോൾ അവന്റെ തൊണ്ടയിൽ വെള്ളമോറി. വയറ്റിൽ വിശപ്പിന്റെ ഒരു കൊള്ളിയാൻ മിന്നി. ശാലിനി പാത്രം അവന് നേരെ നീട്ടി. കഴിക്കുമോനെ. അവൻ കൈനീട്ടാൻ മടിച്ചു. അഭിമാനം അവനെ പിടിച്ചുലയ്ക്കുന്നുണ്ടായിരുന്നു. ടീച്ചർക്ക് അവൻ മെല്ലെ ചോദിച്ചു. എനിക്ക് വിശപ്പില്ല മോനെ, നീ കഴിക്ക്. അജയ് വിറയ്ക്കുന്ന കൈകളോടെ പാത്രത്തിലേക്ക് കൈനീട്ടി. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അവൻ വേഗത്തിൽ വാരി തിന്നാൻ തുടങ്ങി. കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങിയപ്പോൾ അവൻ ചുമച്ചു. ശാലിനി വേഗം തന്റെ കുപ്പിയിൽ നിന്ന് വെള്ളം കൊടുത്തു. അവന്റെ മുതുകിൽ പതുക്കെ തഴുകിക്കൊടുത്തു. പതുക്കെ പതുക്കെ കഴിക്ക്. പിന്നെ അറിയാതെ എപ്പോഴെങ്കിലും ശാലിനി ചോറു കുഴച്ച് സ്വന്തം കൈകൊണ്ട് അവനു വാരിക്കൊടുത്തു. ആ നിമിഷം അതൊരു അധ്യാപികയും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല. ജന്മങ്ങളായി കാത്തിരുന്ന ഒരമ്മയും മകനും തമ്മിലുള്ള കൂടിച്ചേരലായിരുന്നു. അവളുടെ വിരലുകളിൽ നിന്ന് ചോറുരുളകൾ അവന്റെ വായിലേക്ക് ചെല്ലുമ്പോൾ ശാലിനിയുടെ കണ്ണുകളും നിറഞ്ഞു. തണുത്തുറഞ്ഞുപോയ ഉള്ളിലെ മാതൃത്വം ഒരു ഉറവയായി പൊട്ടിയൊഴുകി. ആ കുഞ്ഞിന്റെ വിശപ്പ് മാറുമ്പോൾ തന്റെ ആത്മാവിന്റെ വിശപ്പ് മാറുന്നതായി അവൾക്ക് തോന്നി. ജനലിലൂടെ കളിക്കാൻ പോയ ചില കുട്ടികൾ ഇതുകണ്ട് അത്ഭുതത്തോടെ നിന്നു. പക്ഷേ ശാലിനി അതൊന്നും കണ്ടില്ല. ലോകം മുഴുവൻ ആ ക്ലാസ് മുറിയിലേക്ക് ചുരുങ്ങിയതുപോലെ. ഇനി കരയരുത്, ഞാനില്ലേ എന്നവളുടെ മനസ്സ് മന്ത്രിച്ചു. അന്നം കൊടുക്കുമ്പോൾ അത് വെറും ഭക്ഷണമല്ല, മറിച്ച് ജീവനും സ്നേഹവുമാണെന്ന്
ശാലിനി തിരിച്ചറിയുകയായിരുന്നു. അന്നു വൈകുന്നേരം സ്കൂൾ വിട്ടപ്പോൾ ശാലിനി നേരെ വീട്ടിലേക്ക് മടങ്ങിയില്ല. അജയ്യോട് ചോദിച്ചു മനസ്സിലാക്കിയ വഴിയിലൂടെ അവന്റെ വീട്ടിലേക്ക് നടന്നു. ഗ്രാമത്തിന്റെ ഒരറ്റത്ത് പാടവരമ്പുകൾക്കപ്പുറമുള്ള ഒരു തരിശുഭൂമിയിലായിരുന്നു അവന്റെ വീട്. സൂര്യൻ അസ്തമിക്കാറായ നേരത്ത് ചെമ്മൺ പാതയിലൂടെ നടക്കുമ്പോൾ ശാലിനിയുടെ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടിരുന്നു. പാതയോരത്തെ പുൽനാമ്പുകളിൽ സായാഹ്നത്തിന്റെ മഞ്ഞുകണങ്ങൾ വീണു തുടങ്ങിയിരുന്നു. പക്ഷേ ശാലിനിയുടെ ഉള്ളിൽ എരിയുന്ന കനലായിരുന്നു. ഒടുവിൽ അവൾ ആ വീടിന്റെ മുന്നിലെത്തി. വീടെന്ന് വിളിക്കാൻ കഴിയാത്ത ദ്രവിച്ചു തുടങ്ങിയ ഒരു കൊച്ചുകൂര. ഓലയും പ്ലാസ്റ്റിക് ഷീറ്റും കൊണ്ട് മറച്ച മേൽക്കൂര കാറ്റത്ത് പറന്നുപോകുമെന്ന് തോന്നി. മഴക്കാലത്ത് വെള്ളം കുത്തിയൊലിച്ചിറങ്ങിയതിന്റെ പാടുകൾ മണ്ണുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ചുമരുകളിൽ കാണാമായിരുന്നു. മുറ്റത്ത് ഉണങ്ങിക്കരിഞ്ഞ തുളസിച്ചെടി മാത്രം ഒരു സാക്ഷി പോലെ നിൽക്കുന്നു. ആരാ അത്? അകത്തുനിന്ന് ക്ഷീണിച്ച വിറയാർന്ന ഒരു സ്ത്രീ ശബ്ദം. ശാലിനി തലകുനിച്ച് ഇരുളടഞ്ഞ അകത്തേക്ക് കയറി. മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവൾ ആ കാഴ്ച കണ്ടു. കീറിപ്പറഞ്ഞ ഒരു പായയിൽ അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന അജയ്യയുടെ അമ്മ. അവരുടെ കണ്ണുകൾ കുഴിഞ്ഞിരുന്നു. കവിളെല്ലുകൾ ഉന്തി നിൽക്കുന്നു. വറുതിയുടെയും വേദനയുടെയും അടയാളങ്ങൾ ആ മുഖത്ത് വ്യക്തമായിരുന്നു. ഞാൻ അജയ്യുടെ ടീച്ചറാണ്, ശാലിനി മൃദുവായി പറഞ്ഞു. ആ അമ്മ ഞെട്ടലോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ വേദന കൊണ്ട് മുഖം ചുളിച്ചു. അയ്യോ, ടീച്ചറോ? ഇരിക്കാനിവിടെ. അവർ ചുറ്റും പരതി. ആകപ്പാടെ ഉണ്ടായിരുന്നത് ഒടിഞ്ഞ കാലുള്ള ഒരു മരക്കസേര മാത്രം. വേണ്ട, എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. ശാലിനി അവരുടെ അടുത്ത് ചെന്ന് തറയിലിരുന്നു. അവരിൽ നിന്നാണ് ശാലിനി അജയ്യുടെ ജീവിതത്തിലെ കനൽ വഴികൾ തിരിച്ചറിഞ്ഞത്. അവന്റെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ് ടീച്ചറെ, വേറൊരു സ്ത്രീയുടെ കൂടെ. ആ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. പിന്നെ ലോട്ടറി വിറ്റ ഞാനിവനെ വളർത്തിയത്. ഇതിനിടയിലാണ് ആ ഓട്ടോറിക്ഷ വന്നിടിച്ചത്. നട്ടെല്ലിന് ക്ഷതമേറ്റു. എഴുന്നേൽക്കാൻ വയ്യ. പിന്നെ കേട്ട കാര്യങ്ങൾ ശാലിനിയുടെ ഉള്ളുലയിക്കുന്നതായിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ അവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട്. സ്കൂൾ വിട്ടാൽ അവൻ ബാഗും വെച്ച് ടൗണിലേക്ക് ഓടും, ലോട്ടറി വിൽക്കാൻ. വെയിലത്തും മഴയത്തും നടന്നു കിട്ടുന്ന ആ തുച്ഛമായ പണം കൊണ്ടാണ് എനിക്ക് മരുന്ന് വാങ്ങുന്നത്. പലപ്പോഴും മരുന്ന് വാങ്ങിയാൽ പിന്നെ അരി വാങ്ങാൻ കാശുണ്ടാകില്ല. എന്നെ പട്ടിണിക്കിടാതിരിക്കാൻ അവൻ സ്കൂളിലെ ഉച്ചക്കഞ്ഞി കുടിച്ച് വിശപ്പടക്കും. ആ അമ്മയുടെ കണ്ണീർ വീണ് പായ നനയുമുണ്ടായിരുന്നു. പഠിക്കാൻ മിടുക്കനാ, പക്ഷേ അവന്റെ വിധി. അവർ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി. ശാലിനിക്ക് വാക്കുകൾ കിട്ടിയില്ല. മുന്നിലിരിക്കുന്ന ഈ അമ്മയുടെയും മകന്റെയും നിസ്സഹായ അവസ്ഥയ്ക്ക് മുന്നിൽ തന്റെ സങ്കടങ്ങൾ ഒന്നുമല്ലെന്നവൾ തിരിച്ചറിഞ്ഞു. ദാരിദ്ര്യത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ ആ വീടിന്റെ ഓരോ കോണിലും അവൾ കണ്ടു. മരുന്നു മണക്കുന്ന, ദാരിദ്ര്യം തളം കെട്ടി നിൽക്കുന്ന ആ മുറിയിൽ നിന്നിറങ്ങുമ്പോൾ ശാലിനിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് വെറുമൊരു സന്ദർശനമായിരുന്നില്ല, ശാലിനിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു തിരിച്ചറിവായിരുന്നു. അജയ്യുടെ വീട്ടിൽ നിന്നിറങ്ങി സ്വന്തം വീട്ടിലെത്തിയിട്ടും ശാലിനിക്ക് സമാധാനം കിട്ടിയില്ല. ഇരുട്ട് കനത്ത വഴികളിലൂടെ നടക്കുമ്പോഴും അവളുടെ മനസ്സിൽ ആ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ കണ്ട ദയനീയമായ മുഖമായിരുന്നു. രാത്രിയിൽ മുറിയിലെ ഫാനിന്റെ ഇരമ്പലിന് താഴെ കിടക്കുമ്പോഴും ഉറക്കം അവളെ സമീപിച്ചില്ല. കിടപ്പിലായ ആ അമ്മയുടെ മുഖം മനസ്സിൽ തെളിയുമ്പോഴെല്ലാം അത് മറ്റൊരു മുഖവുമായി കൂടിക്കലരുന്നതായി ശാലിനിക്ക് തോന്നി. തന്റെ മുൻ ഭർത്താവിന്റെ അമ്മയുടെ മുഖം. ഓർമ്മകൾ അവളെ പിന്നോട്ട് വലിച്ചു. കല്യാണം കഴിഞ്ഞ് ചെന്നുപേറിയ വീട്ടിൽ പക്ഷാഘാതം വന്ന് കിടപ്പിലായ ഭർത്താവിന്റെ അമ്മ. ഇനിയെല്ലാം മോളുടെ കയ്യിലാണ് എന്നെല്ലാവരും പറഞ്ഞപ്പോൾ ഭയം തോന്നിയിരുന്നു. പരിചയക്കുറവും ഭർത്താവിന്റെ സ്നേഹമില്ലായ്മയും വീട്ടുകാരുടെ കുത്തുവാക്കുകളും കാരണം ആ അമ്മയെ വേണ്ടത്ര സ്നേഹത്തോടെ നോക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? മരുന്നു കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടില്ലേ? അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വൈകിയില്ലേ? ശാലിനി സ്വയം ചോദിച്ചു. അന്ന് താൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദം വലുതായിരുന്നു. ശരിയാണ്. പക്ഷേ ആ അമ്മയുടെ നിസ്സഹായമായ കണ്ണുകൾ, അത് അജയ്യുടെ അമ്മയുടെ കണ്ണുകൾ പോലെ തന്നെ ആയിരുന്നില്ലേ? അന്ന് എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയത് ഇന്ന് ദൈവം മറ്റൊരു രൂപത്തിൽ എന്റെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണോ? അവൾ എഴുന്നേറ്റ് ജനൽ തുറന്നു. പുറത്ത് നിലാവില്ലാത്ത രാത്രി.
താൻ വെറുമൊരു ടീച്ചർ മാത്രമല്ല, ഒരു സ്ത്രീയാണ്, ഒരു മനുഷ്യനാണ്. സ്വന്തം കുഞ്ഞിനെ ലാളിക്കാൻ കഴിയാത്ത, ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയാത്ത, അമ്മായിയമ്മയെ ശുശ്രൂഷിക്കാൻ കഴിയാത്ത ഒരു പരാജയമെന്ന് സമൂഹം വിധിയെഴുതിയവൾ. പക്ഷേ ഇന്ന് ആ കുഞ്ഞിന് ചോറ് വാരിക്കൊടുത്തപ്പോൾ തന്റെ ഉള്ളിൽ നിറഞ്ഞത് എന്തായിരുന്നു? അത് വെറും സഹതാപമായിരുന്നില്ല, അത് ആത്മസംതൃപ്തിയായിരുന്നു. ഇല്ല, ഞാൻ തോൽക്കില്ല, ശാലിനി മനസ്സിൽ ഉറപ്പിച്ചു. ഇതൊരവസരമാണ്, താൻ അനുഭവിച്ച വേദനകൾക്കും താൻ വരുത്തിയ തെറ്റുകൾക്കുമുള്ള പ്രായശ്ചിത്തം. എന്റെ കുറ്റബോധത്തെ കഴുകിക്കളയാൻ ദൈവം തന്ന അവസരം. അവളുടെ മനസ്സ് ശാന്തമായി തുടങ്ങി. ആ തീരുമാനം വെറുമൊരു ആവേശമായിരുന്നില്ല, അതവളുടെ ആത്മാവിന്റെ ആവശ്യമായിരുന്നു. അജയ്ക്കൊരു വഴികാട്ടിയാകണം, അവന്റെ അമ്മയ്ക്കൊരു മകളാകണം, തനിക്ക് നഷ്ടപ്പെട്ട സ്നേഹം നൽകിക്കൊണ്ട് തന്നെ തിരിച്ചുപിടിക്കണം. ജനലിനപ്പുറം ഒരു നക്ഷത്രം മിന്നിത്തിളങ്ങുന്നത് അവൾ കണ്ടു, ഇരുട്ടിന് കനം കുറയുന്നതുപോലെ. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. പതിവിലും നേരത്തെ ശാലിനി ഉണർന്നു. അടുക്കളയിൽ പാത്രങ്ങൾ മുട്ടിയുരസുന്ന ശബ്ദം കേട്ട് അവൾ ചെന്നപ്പോൾ അമ്മ പ്രഭാതഭക്ഷണമുണ്ടാക്കുകയായിരുന്നു. അച്ഛൻ വരാന്തയിൽ ഇരുന്ന് പത്രം വായിക്കുന്നു. എന്താ മോളെ, ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ? അമ്മ ചോദിച്ചു. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. ശാലിനിയുടെ ശബ്ദത്തിലെ ഗൗരവം കണ്ട് അമ്മ തിരിഞ്ഞു നോക്കി. ഡൈനിങ് ടേബിളിൽ ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും വിളമ്പുമ്പോഴും ശാലിനി മൗനമായിരുന്നു. അവൾ എവിടെ തുടങ്ങണമെന്ന് ആലോചിക്കുകയായിരുന്നു. ഒടുവിൽ അവൾ പറഞ്ഞു തുടങ്ങി. അച്ഛാ, അമ്മേ, ഞാൻ ഇന്നലെ ഒരു കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. ശാലിനി അജയ്യെക്കുറിച്ചും അവന്റെ അമ്മയുടെ ദയനീയമായ അവസ്ഥയെക്കുറിച്ചും വിശദമായി പറഞ്ഞു. വിശപ്പ് സഹിക്കാനാവാതെ വെള്ളം കുടിക്കുന്ന അജയ്യെയും ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടക്കുന്ന അവന്റെ അമ്മയെയും കുറിച്ച് പറയുമ്പോൾ ശാലിനിയുടെ തൊണ്ടയിടറി. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അച്ഛൻ പത്രം മടക്കിവെച്ചു. കഷ്ടം തന്നെ. നമുക്കെന്തെങ്കിലും പണം കൊടുത്ത് സഹായിക്കാം മോളെ. അല്ല അച്ഛാ, ശാലിനി അച്ഛന്റെ കണ്ണുകളിലേക്ക് നോക്കി. വെറും പണം കൊണ്ടുള്ള സഹായം അവർക്ക് ശാശ്വതമായ പരിഹാരമാകില്ല. ആ അമ്മയ്ക്ക് നല്ല ചികിത്സ വേണം, ആ കുട്ടിക്ക് സുരക്ഷിതമായ ഒരു വീട് വേണം. അമ്മ സംശയത്തോടെ നോക്കി. അതിന് നമ്മളെന്ത് ചെയ്യാനാണ്? ശാലിനി ദീർഘശ്വാസമെടുത്തു. എനിക്കവരെ ഏറ്റെടുക്കണം. നമ്മുടെ വീട് വലുതല്ലേ. ആ അമ്മയെയും മകനെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അമ്മ ഞെട്ടിപ്പോയി. ശാലിനി, നീ എന്തായി പറയുന്നത്? നാട്ടുകാരെന്തു പറയും? വിവാഹമോചനം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണ് അന്യരായ രണ്ടുപേരെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയോ? അമ്മേ, നാട്ടുകാരെന്തു പറയുമെന്ന് നോക്കിയാണോ നമ്മൾ ജീവിക്കുന്നത്? ഇത്രയും കാലം ഞാൻ എന്റെ സങ്കടങ്ങളിൽ മാത്രം ജീവിച്ചു. എനിക്ക് സ്വന്തമായി മക്കളില്ല. പക്ഷേ ആ കുട്ടിയിൽ ഞാൻ എന്റെ മകനെ കാണുന്നു. എനിക്ക് ഭർത്താവിന്റെ അമ്മയെ നോക്കാൻ കഴിഞ്ഞില്ലെന്ന് എല്ലാവരും കുറ്റപ്പെടുത്തി. അതെന്റെ തെറ്റായിരുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ മറ്റൊരമ്മ സഹായം തേടുമ്പോൾ മുഖം തിരിക്കാൻ എനിക്ക് വയ്യ. അതെന്നെ കൂടുതൽ കുറ്റബോധത്തിലാക്കും. എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം അച്ഛാ. അതിനെനിക്ക് ഈ നന്മ ചെയ്തേ തീരൂ. അച്ഛൻ മകളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആ കണ്ണുകളിൽ പഴയ നിരാശയില്ല. പകരം അവിടെ തിളങ്ങുന്നത് ആത്മവിശ്വാസവും കാരുണ്യവുമാണ്. തന്റെ മകൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചുവരികയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അച്ഛൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ശാലിനിയുടെ തലയിൽ കൈവച്ചു. എന്റെ മകളുടെ മനസ്സ് വലുതാണ്. നന്മ ചെയ്യാൻ മടിക്കണ്ട. അച്ഛൻ കൂടെയുണ്ട്. അമ്മയുടെ കണ്ണുകളും നിറഞ്ഞു. അവർ മകളുടെ കൈകളിൽ പിടിച്ചു. നീ സന്തോഷമായി ഇരുന്നാൽ മതി മോളെ. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ആ നിമിഷം ആ വീടിനുള്ളിലെ മ്ലാനത മാറി അവിടെ സ്നേഹത്തിന്റെ വെളിച്ചം നിറയുന്നതായി ശാലിനിക്ക് തോന്നി. തന്റെ തീരുമാനം ശരിയാണെന്ന് അവളുടെ മനസ്സു മന്ത്രിച്ചു. രാത്രിയേറെ വൈകിയിട്ടും ശാലിനിക്ക് ഉറക്കം വന്നില്ല. പുറത്ത് പ്രകൃതി സംഹാരതാണ്ഡവമാടുകയായിരുന്നു. ആകാശം പൊട്ടിപ്പിളർന്നതുപോലെ മഴ പെയ്യുന്നു. ഇടയ്ക്കിടെ വെട്ടുന്ന മിന്നലിൽ മുറി മുഴുവൻ പ്രകാശിച്ചു. കാറ്റിന്റെ ഉഗ്രമായ മുരൾച്ച ജനലുകളെ വിറപ്പിച്ചു. ശാലിനിയുടെ മനസ്സ് മുഴുവൻ അജയ്യുടെ വീടായിരുന്നു. ആ കുഞ്ഞുകൂര ഈ കാറ്റിനെ താങ്ങുമോ? ആശങ്കയോടെ അവൾ എഴുന്നേറ്റു. സമയം രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്നാണ് ഫോൺ ശബ്ദിച്ചത്. പഞ്ചായത്ത് മെമ്പറാണ്. ടീച്ചറെ, ആ പാടത്തെ കോളനിയിൽ വെള്ളം കയറുന്നുണ്ട്. അജയ്യുടെ വീടിന്റെ ഭാഗത്താണ് കൂടുതൽ പ്രശ്നം. ഒരു നിമിഷം പോലും ശാലിനി ആലോചിച്ചു നിന്നില്ല. അവൾ കാറിന്റെ താക്കോലുമായി പുറത്തേക്കോടി. അച്ഛനും പിന്നാലെ വന്നു. മോളെ, ഈ മഴയത്ത്
എനിക്ക് പോയേ തീരൂ അച്ഛാ. അവരെ രക്ഷിച്ചില്ലെങ്കിൽ. അവൾ വാക്കുകൾ മുഴുമിപ്പിച്ചില്ല. കാർ മഴയെ കീറിമുറിച്ച് പാടവരമ്പിലെ റോഡിലൂടെ കുതിച്ചു. വഴിയിൽ മരങ്ങൾ കടപുഴകി വീഴാറായി നിൽക്കുന്നു. വെള്ളക്കെട്ടുകൾ കാറിന്റെ ടയറുകളെ വിഴുങ്ങാൻ ശ്രമിച്ചു. എങ്ങനെയൊക്കെയോ അവൾ അജയ്യുടെ വീടിന്റെ മുന്നിലെത്തി. കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അജയ്യുടെ വീടിന്റെ ഒരു വശത്തെ മൺചുമർ ഇടിഞ്ഞു വീണിരിക്കുന്നു. മേൽക്കൂര ഏതാണ്ട് നിലം പൊത്താറായ അവസ്ഥ. ശാലിനി കാറിൽ നിന്നിറങ്ങി. കുട നിവർത്താൻ പോലും നിൽക്കാതെ അവൾ ഓടി. അജയ്, അമ്മേ! അകത്ത് ഇടിഞ്ഞു വീണ ചുമരിന്റെ ഒരു മൂലയിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന അജയ്യെ അവൾ കണ്ടു. ചെളിവെള്ളം അവരുടെ ചുറ്റും നിറഞ്ഞിരുന്നു. ടീച്ചറേ! അജയ് അലറിക്കരഞ്ഞു. പേടിക്കണ്ട, ഞാൻ വന്നു. ശാലിനി ആ വാക്കുകൾക്ക് ശക്തി നൽകി. അവൾ വേഗം അമ്മയുടെ അടുത്തേക്ക് ചെന്നു. നമുക്ക് പോകാം, വേഗം. എങ്ങോട്ട്? അമ്മ വിറച്ചുകൊണ്ട് ചോദിച്ചു. എന്റെ വീട്ടിലേക്ക്. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. അയ്യോ ടീച്ചറെ, ഞങ്ങൾ വർത്തമാനം പറയാൻ സമയമില്ല. ശാലിനി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവൾ അജയ്യെ നോക്കി. മോനെ, അമ്മയുടെ കാലിൽ പിടിക്ക്. ശാലിനി ആ അമ്മയെ സർവ്വശക്തിയും എടുത്ത് താങ്ങി ഉയർത്തി. അജയ് സഹായിച്ചു. പുറത്തെ പേമാരിയിലേക്ക് അവർ ഇറങ്ങി. കാറ്റിൽ മരങ്ങൾ ഒടിയുന്ന ശബ്ദം. മഴവെള്ളം കണ്ണിലേക്ക് അടിച്ചു നയർന്നു. കാറിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും മൂവരും നനഞ്ഞു കുതിർന്നിരുന്നു. അമ്മയെ പിൻസീറ്റിൽ കിടത്തി അജയ്യെ കയറ്റി ശാലിനി ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങിയപ്പോൾ പിന്നിൽ വലിയൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവശേഷിച്ച ആ വീടും പൂർണ്ണമായി നിലംപൊത്തുന്നതാണ് കണ്ടത്. ഒരു നിമിഷത്തെ വ്യത്യാസത്തിൽ മരണം വഴിമാറിപ്പോയിരിക്കുന്നു. കാറിനുള്ളിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ശാലിനി പറഞ്ഞു. ഇനി മുതൽ നിങ്ങൾ തനിച്ചല്ല. ആ വീട് പോയെങ്കിൽ പോട്ടെ, നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. പിൻസീറ്റിൽ നിന്ന് അജയുടെ അമ്മ ശാലിനിയുടെ തോളിൽ തൊട്ടു. ആ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണാടിയിലൂടെ ശാലിനി കണ്ടു, അജയ് തന്നെ നോക്കിയിരിക്കുന്നു. ആ നോട്ടത്തിൽ ഭയമായിരുന്നില്ല, മറിച്ച് ഒരു ദൈവത്തെ കണ്ട വിശ്വാസമായിരുന്നു. ശാലിനിയുടെ വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും ഉമ്മറത്തുണ്ടായിരുന്നു. നനഞ്ഞു കുതിർന്നവരെ കണ്ടപ്പോൾ അമ്മ ഓടി വന്ന് തോർത്തെടുത്തു കൊടുത്തു. അച്ഛൻ അജയ്യെ ചേർത്ത് പിടിച്ചു. കയറിയിളിക്ക്, ഇത് സ്വന്തം വീടാണെന്ന് വിചാരിച്ചാൽ മതി. അജയുടെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ മകനെ രക്ഷിച്ചതിന് എന്തു പുണ്യം ചെയ്താലാ ടീച്ചറെ? ഒന്നും പറയണ്ട, ഞാൻ എന്റെ കടമ ചെയ്തു, അത്രമാത്രം. ശാലിനി പുഞ്ചിരിച്ചു. പുറത്ത് മഴ കനത്തുതന്നെ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടിനുള്ളിൽ സുരക്ഷിതത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഊഷ്മളത നിറഞ്ഞു നിൽക്കുന്നു. രണ്ടു മുറിഞ്ഞ മനസ്സുകൾ, രണ്ടു കുടുംബങ്ങൾ ഒന്നാകുന്ന നിമിഷമായിരുന്നു അത്. 2 വർഷങ്ങൾ കടന്നുപോയി. മഴ മാറി വെയിലു തെളിഞ്ഞ ഒരു പൊന്നൻ ചിങ്ങമാസം. ശാലിനിയുടെ വീടിന്റെ മുറ്റത്ത് ഇപ്പോൾ തുമ്പപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ഉമ്മറത്തെ ചാരുകസേരയിൽ പത്രവും വായിച്ചിരിക്കുകയാണ് ശാലിനിയുടെ അച്ഛൻ. അടുക്കളയിൽ നിന്ന് തേങ്ങ ചിരകുന്ന ഒച്ചയും വർത്തമാനം പറയുന്ന ചിരികളും കേൾക്കാം. അത് ശാലിനിയുടെ അമ്മയും അജയുടെ അമ്മയും തമ്മിലുള്ള കൊച്ചു വർത്തമാനങ്ങളാണ്. ആയുർവേദ ചികിത്സയും സ്നേഹപൂർണമായ പരിചരണവും കൊണ്ട് അജയുടെ അമ്മ സുമിത്ര ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. പരസഹായമില്ലാതെ നടക്കാനെന്ന് മാത്രമല്ല, വീട്ടുജോലികളിൽ ശാലിനിയുടെ അമ്മയെ സഹായിക്കാനും അവർക്ക് ഉത്സാഹമാണ്. അവരുടെ മുഖത്തെ പഴയ ദൈന്യത മാറി അവിടെ ഇപ്പോൾ തിളങ്ങുന്നത് ആത്മവിശ്വാസമാണ്. പെട്ടെന്നാണ് ഗേറ്റ് തുറന്ന സൈക്കിളിൽ അജയ് പാഞ്ഞെത്തിയത്. അവൻ മുറ്റത്തെ സൈക്കിൾ വെച്ച് ഓടിക്കിതച്ച് ഉമ്മറത്തേക്ക് കയറി. ടീച്ചറേ, അമ്മേ! അവൻ വിളിച്ചുകൂവി. ശാലിനി അടുക്കളയിൽ നിന്ന് കൈതുടച്ച് ഓടിവന്നു. എന്താടാ, എന്തുപറ്റി? അവൻ കയ്യിലിരുന്ന ഒരു കടലാസ് നീട്ടി. റിസൾട്ട് വന്നു. എനിക്ക് എല്ലാ വിഷയത്തിനും A+ ഉണ്ട്. എൻട്രൻസ് റാങ്ക് ലിസ്റ്റിൽ നല്ല പൊസിഷൻ കിട്ടി. ശാലിനിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ ആ കടലാസ് വാങ്ങി നോക്കി. സന്തോഷം കൊണ്ട് അവളുടെ തൊണ്ടയിടറി. എന്റെ മോൻ! അവൾ അവനെ ചേർത്തു പിടിച്ചു. അജയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. സുമിത്രയും അച്ഛനും അമ്മയുമെല്ലാം അവിടേക്ക് വന്നു. മധുരം നൽകി അവർ ആ സന്തോഷം പങ്കുവച്ചു. അന്ന് വൈകുന്നേരം മുറ്റത്തെ കൽപ്പടവിലിരിക്കുകയായിരുന്നു ശാലിനി. അസ്തമയ സൂര്യന്റെ പൊൻവെളിച്ചം അവളുടെ മുഖത്ത് വീണു. അവളുടെ മനസ്സ് ശാന്തമായിരുന്നു. താൻ പരാജയമാണെന്ന് വിധിയെഴുതിയ ലോകത്തിനു മുന്നിൽ ഇന്നവൾ ജയിച്ചിരിക്കുന്നു. പ്രസവിച്ചില്ലെങ്കിലും താനൊരു അമ്മയായി. ഭർത്താവ് ഉപേക്ഷിച്ചിട്ടും താനൊരു കുടുംബനാഥയായി. അകത്തുനിന്ന് അജയ് വിളിച്ചു. അമ്മേ, ഈ ഷർട്ടൊന്ന് തേച്ചു തരുമോ? ശാലിനി തിരിഞ്ഞു നോക്കി. അവൻ സുമിത്രയെ അല്ല വിളിച്ചത്, തന്നെയാണെന്ന് അവൾക്കറിയാം. ആ വിളിയിൽ 2 അമ്മമാരുണ്ട്. ജന്മം നൽകിയ അമ്മയും ജീവിതം നൽകിയ അമ്മയും. ദാ വരുന്നു മോനെ! ശാലിനി എഴുന്നേറ്റു. അവൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ കുടുംബജീവിതം, കുഞ്ഞുങ്ങൾ, സ്നേഹം എല്ലാം ഇരട്ടിയായി തിരിച്ചു കിട്ടിയിരിക്കുന്നു. കുറ്റബോധത്തിന്റെ കനലുകൾ മാറി അവിടെ ഇപ്പോൾ സ്നേഹത്തിന്റെ പൂർണ്ണത നിറഞ്ഞു നിൽക്കുന്നു.
വിശപ്പിന്റെ വിളിയായി തുടങ്ങി സ്നേഹത്തിന്റെ അന്നമായി മാറിയ ഒരു ബന്ധം ഒരു വടവൃക്ഷം പോലെ തണൽ വിരിച്ചു നിൽക്കുന്നു. ശാലിനി അകത്തേക്ക് നടന്നു. അപ്പോൾ വീട്ടിനുള്ളിൽ പ്രകാശം നിറഞ്ഞിരുന്നു.